ഇതാണ് ഗോവയിലെ ബാഗ ബീച്ച്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വൈബ്സ്. ഗോവയിലെ ബാഗ ബീച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. നോർത്ത് ഗോവയില് ബാർഡസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ അതിൻ്റെ അടുത്താണ് നമ്മളെ സ്നോ പാർക്ക് ഉണ്ടായിരുന്നു. ആ സ്നോ പാർക്കിന്റെ അവിടുന്ന് ഇതാണ് സ്നോ പാർക്ക്. സ്നോ പാർക്കിന്റെ റോഡിന്റെ അവിടുന്ന് നേരെ കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോവുക. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഈ ഒരു ബീച്ച് ഉള്ളത്. ഇത് മെയിൻ എൻട്രൻസ് സ്നോ പാർക്കിന്റെ. അതിന്റെ അവിടുന്ന് വീണ്ടും നേരെ അങ്ങോട്ട് പോവുക. അവിടുന്ന് ഏകദേശം ഒരു 5-6 മിനിറ്റ് ദൂരം നടക്കേണ്ട ദൂരമുള്ളൂ അവിടേക്കുള്ളത്. ഈ ബീച്ചിന്റെ പേരാണ് ബാഗ ബീച്ച്. അപ്പൊ ബാഗ ബീച്ചിന്റെ അവിടേക്ക് പോകുന്ന വഴിയിലാണ്. ഇതിന് സ്വല്പം കൂടി അങ്ങോട്ട് നടക്കേണ്ട ദൂരമുള്ളത്. ഇതൊരു പ്രസിദ്ധമായിട്ടുള്ളൊരു ബീച്ചാണ്. അങ്ങ് സ്വല്പം കൂടി നടക്കാണ്ട്. ഇവിടെയൊക്കെ കുറെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാറ്റു ചെയ്യുന്ന കടകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഗോവയില്. അതിന്റെ ഒരു സ്ഥലമാണ് ഈ ഗോവ എന്നുള്ള. ഇത് ഇടയിൽ കൂടി കഴിയുക. വേ ടു ബീച്ച് എന്നല്ലേ, ഈ ഒരു ചെറിയ ഇടയിൽ കൂടി അങ്ങനെ അങ്ങോട്ട് പോവുക. ഇവിടെയൊക്കെ തെങ്ങുകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ വഴിയാണെങ്കിൽ തെങ്ങ് മുറിച്ചുകൊണ്ടുണ്ടാവും. പക്ഷെ ഇവിടെ വഴിയിലും മുറിക്കൂല, ബിൽഡിങ്ങിന്റെ ഉള്ളിലാണെങ്കിൽ അവിടെയും മുറിക്കാത്ത മോഡലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഇതിട്ടിട്ടുണ്ട്, എന്ത് നമ്മളുടെ ചവിട്ടി ഇട്ടിട്ട് അങ്ങനെ പോവുകയാണ്. ഈ മണൽ കൂടി ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചവിട്ടി ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ നല്ല സുഖമായിട്ട് അങ്ങനെ നടക്കാം, കാലിനും സ്പീഡ് കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന്റെ പരിസരം കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടുത്തെ ചരിത്രമൊക്കെ ഞാൻ പറയുന്നുണ്ട് പിന്നീട്. ഇവിടെ കംപ്ലീറ്റ് കുറെ ടേബിളും ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ടൂറിസ്റ്റേഴ്സുകൾ ഉണ്ട് ഒരുപാട് ഇവിടെ. ഗോവയില് കാര്യമായിട്ട് കാണാനുള്ളത് ബീച്ചാണ്. ഇവിടെ നമ്മളെ അമ്മര് ഞങ്ങള് വേറെ സ്ഥലത്തേക്ക് പോകുന്ന വഴിയില് ഗോവയിലാണ് ഞങ്ങളെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പൊ ഞങ്ങള് ഇവിടെ ഒരു ദിവസം ചെലവഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ബാഗ ബീച്ച്. ഒന്ന് കാണാം. നമ്മളെ ബംഗ്ലാദേശിലെ ഒരു ബീച്ച് ഞാൻ കാണിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ തീരമുള്ള പിന്നെ കോക്ക് ബസാർ അതിന്റെ അടുത്ത് നിർത്തൂരിട്ടത്. നിങ്ങൾക്ക് ബാക്കി കടലിലെ കാഴ്ച കാണാം. मेरे पास मोबाइल है, आप हमारी गाड़ी में ना, आप हमारी गाड़ी में हाँ बराबर। एक फुट निकाल। जूम जूम कितना होता है इसका? इसमें थोड़ा पर जूम होता है अच्छे से। फोटो फोटो निकालो ना एकदम। वीडियो ऑनलाइन वीडियो चलेगा। हाँ 1-2 फोटो निकाल दो मेरा।
എനിക്ക് പൊതുവെ ബീച്ചിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ഞാൻ കോഴിക്കോട് കടലിൻ്റെ അടുത്താണ് ജനിച്ചു വളർന്നത്. നമ്മുടെ ഹൈസ്കൂൾ പഠനം പഠനമൊക്കെ കടലിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ കടലിൽ കണ്ട് മടുത്തത്. പിന്നെ ഇവിടെ ഗോവയിൽ വന്ന സമയത്ത് ഈ ബാഗാ ബീച്ച് ഒന്ന് കാണുന്ന നിലക്ക് വന്നതാണ് ഇവിടെ. ഇവിടെ ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നതാണ്. അതിനുള്ളൊരു തെളിവാണ് ഈ ഒരു സാധനം കണ്ടില്ലേ, ഈ കൊടയും ഈ ബെഡും. കൂടുതലും ഇത് കോക്സ് ബസാറിൽ നമ്മുടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ ഞാൻ മടങ്ങാണ്. ഇനി നേരെ നമ്മുടെ വണ്ടീൻ്റെ അങ്ങോട്ടേക്ക് പോകണം. ഈ ബീച്ച് ഉണ്ടല്ലോ, ഈ ബീച്ചിന്റെ അവിടുന്ന് ഏകദേശം ഒരു 1-2 കിലോമീറ്റർ പിന്നെ അകലെയാണ് നമ്മളെ ഡോൾഫിനുകളൊക്കെ ഉണ്ടാവുന്ന സ്ഥലം. കടലിൽ ഡോൾഫിൻ ഷോ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അവിടെ ആ ഒരു സ്ഥലം. അപ്പൊ ഇനി ഞങ്ങള് അടുത്ത യാത്ര അങ്ങോട്ടേക്കാണ്. ഒരു ബോട്ടിൽ പോയിട്ട് ഡോൾഫിനൊക്കെ കാണും. അത് ഞാൻ മുമ്പ് പോയപ്പോഴും ഞാൻ ആ സംഭവം കണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.